നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന വേർഡാണ് വൗച്ചർ. ഓക്കെ, വൗച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ഒരു ഭാഗമാണ് ഡോക്യുമെന്ററി എവിഡൻസസ്. ഇത് നമുക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കും, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അങ്ങനെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ വൗച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസ് ആണ് എന്ത് വൗച്ചർ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഗുഡ്സ്. ഗുഡ്സിന് സാധാരണയായിട്ട് 3 പേരിലാണ് പറയാ: ഗുഡ്സ്, സ്റ്റോക്ക്, ഇൻവെന്ററി. ഈ 3 ടേംസിലും ഇത് പറയാറുണ്ട്. ഗുഡ്സ് ആർ ദ പ്രൊഡക്ട്സ് ഇൻ വിച്ച് ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്. നമ്മുടെ ബിസിനസ് യൂണിറ്റ് എന്താണോ സെയിൽ ചെയ്യുന്നത്, അതായത് എന്താണോ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്താണെങ്കിൽ അതെന്റെ ഗുഡ്സ് ആണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ഒരു മൊബൈൽ ഷോപ്പാണ് നടക്കുന്നത്, അതിന്റെ ഫർണിച്ചർ എന്ന് പറയുന്നത് അതെന്റെ ഒരിക്കലും ഗുഡ്സ് ആയിരിക്കില്ല, അതെന്റെ ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ഫർണിച്ചർ ഷോപ്പ് ആകുമ്പോൾ അതെന്റെ ഗുഡ്സ് ആണ്, അല്ലെ? ഞാൻ ഫർണിച്ചർ ആണ് ഡീൽ ചെയ്യുന്നത്, സോ അതെന്റെ ഗുഡ്സ് ആണ്. പക്ഷെ ഇതേ ഫർണിച്ചർ ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതെന്റെ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അതൊരിക്കലും എന്റെ ഗുഡ്സ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി, റീസെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതാണ്. നമ്മൾ എന്താണോ ഡീൽ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഗുഡ്സ്. അല്ലാണ്ട് ഫർണിച്ചർ ഒരിക്കലും മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതൊരിക്കലും എന്റെ ഗുഡ്സ് ആവില്ല, അതെന്റെ ഫിക്സ്ഡ് അസറ്റേ ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐറ്റംസ് പർച്ചേസ്ഡ് ഫോർ യൂസ് ഇൻ ബിസിനസ് ആർ നോട്ട് ഗുഡ്സ്. ഇതാണ് ഞാനിപ്പോ കമ്പ്യൂട്ടർ ഷോപ്പിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. അവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതാ, അല്ലാണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതല്ല. അതുകൊണ്ട് അത് ഗുഡ്സ് ആയിരിക്കില്ല, നോട്ട് ഗുഡ്സ്. അതൊരു ഫിക്സഡ് അസറ്റേ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് വൗച്ചർ എന്ന് പറയുമ്പോൾ ഡോക്യുമെന്ററി എവിഡൻസ് ആണെന്നുള്ളത് ഓർമ്മ വരണം. പിന്നെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ എന്താണോ ഡീൽ ചെയ്യുന്നത് അതാണ് നമ്മളുടെ ഗുഡ്സ്. പക്ഷെ നമ്മൾ സെയിൽ അതായത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നത് ഒരിക്കലും നമ്മുടെ ഗുഡ്സ് ആയിരിക്കില്ല. ഇപ്പൊ ഫർണിച്ചർ ആണെങ്കിൽ മൊബൈൽ ഷോപ്പിൽ വെക്കുമ്പോൾ അത് നമ്മുടെ എന്തായിരിക്കും, ഗുഡ്സ് ആയിരിക്കില്ല, അത് ഫിക്സ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡാണ് പർച്ചേസസ്. പർച്ചേസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് പർച്ചേസ് എന്ന് പറയുന്നത്. അതിന്റെ സെന്റൻസ് നോക്കാം. പർച്ചേസ് മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ഓർ ക്യാഷ്. അതായത് നമ്മൾ എത്രത്തോളം ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുന്നുണ്ടോ, വാങ്ങുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അത് ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കാം, ക്യാഷ് പർച്ചേസ് ആയിരിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് പറയാം ഞാനൊരു 2 months കഴിഞ്ഞിട്ട് ഇതിന്റെ പേയ്മെന്റ് തരാം, അങ്ങനെ പറഞ്ഞ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ റെഡി ക്യാഷ് കൊടുത്തിട്ട് എനിക്ക് പർച്ചേസ് ചെയ്യാം, സോ ക്യാഷ് പർച്ചേസും ചെയ്യാം. അങ്ങനെ എത്ര എമൗണ്ട് ഓഫ് ഗുഡ്സ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേർഡാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺ ഓർ അതർ എൻറ്റിറ്റി ഹു ഓസ് ടു ആൻ എന്റർപ്രൈസ്. അതായത് നമ്മുടെ എന്റർപ്രൈസിന് ആരെങ്കിലും പൈസ ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ ആളെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ബിസിനസ് ആണെങ്കിൽ എനിക്കിപ്പോ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പൈസ തരാനുണ്ടെങ്കിൽ നിങ്ങളെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് അസറ്റ് ആണ്, കാരണം നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ നമുക്ക് അസറ്റും അങ്ങോട്ട് നമ്മൾ പേ ചെയ്യേണ്ടതൊക്കെ നമുക്ക് ലയബിലിറ്റി ആണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടാനുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും, ഡെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ് ഹു ഓസ് ടു ആൻ എന്റർപ്രൈസ്, എന്റർപ്രൈസിന് കൊടുക്കാനുള്ളവർ. ഓക്കെ, ഇത് നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, കാരണം ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ അസറ്റ് ആണല്ലോ. സോ ഇത് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺ ഓർ അതർ എൻറ്റിറ്റി ഹു ഹാവ് ടു ബി പെയ്ഡ് ബൈ ആൻ എന്റർപ്രൈസ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളവരാണെങ്കിൽ നമുക്കത് ലയബിലിറ്റി ആണല്ലോ, അതിനാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ വേർഡിങ്സ് ഹൈലൈറ്റ് ചെയ്യണം. ഇത് 1 word ക്വസ്റ്റ്യൻ ആയിട്ടും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് ലയബിലിറ്റി ആണ്, അങ്ങോട്ട് പേ ചെയ്യണോണ്ട് തന്നെ ഇത് നമുക്ക് ലയബിലിറ്റി ആണ്. സോ ഇത് ലയബിലിറ്റി സൈഡിലാണ് ഷോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അത് ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടായിരിക്കും, ക്യാഷ് പർച്ചേസ് ഉണ്ടായിരിക്കും. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് ആണ്, നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ്. അതുപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്രെഡിറ്റേഴ്സ്.
നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ 18 ടേംസ് എല്ലാം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 1 വേർഡ്സിലും തിയറി ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യനിലും ഒക്കെ ചോദിക്കുന്ന, ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇനി ഇതിലും കൂടുതൽ നോളജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ.